കൊല്ലം പുനലൂർ സ്വദേശി പവിത്രയുടെ മരണം കൊലപാതകമെന്ന് സുഹൃത്തായ യുവാവ് വെളിപ്പെടുത്തുന്ന ഓഡിയോ സംഭാഷണം ന്യൂസ് മലയാളത്തിന്. പവിത്രയുടേത് അപകട മരണമെന്നായിരുന്നു പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയത്. എന്നാൽ പവിത്രയെ മദ്യം നൽകിയ ശേഷം തലക്കടിച്ച് കൊലപ്പെടുത്തിയതെന്ന് യുവാവ്. ഇവനാണ് അവിടുത്തെ, പിന്നല്ലാതെ മാങ്കൊച്ചിയിൽ ഒരു 60 ഒഴിച്ചിട്ട് ഇവൻ ബീർ ഒഴിച്ച് കൊടുത്തില്ലേ അവർക്ക്. അവന് വേറെ പ്ലാൻ ആയിരുന്നു. പണ തെമ്മലുള്ള ചെറുക്കന്മാര് പറയുന്നേ ഇയാള് കൊണ്ടുവന്ന് തലക്കം കണ്ടടിച്ചിട്ടിട്ട് ഇയാള് കൊണ്ട് അവളെ അവിടെ ഇട്ടിട്ട് ഇയാള് ബൈക്കും കൊണ്ട് മറിഞ്ഞെന്ന് ആ ചെറുക്കന്മാര് പറഞ്ഞു. അവള് പറഞ്ഞും ചെയ്തു തലക്കടിച്ച്. എനിക്ക് ധൈര്യമുണ്ട്. ഞാൻ പറയും സാറേ അന്ന് ഞാൻ പേടിച്ചിട്ടാ പറയാനേ, എന്റെ അടുത്ത് ഇങ്ങനൊക്കെ പറഞ്ഞു, അതുകൊണ്ടാ ഞാൻ പറയാനേ. അന്ന് അവൻ എന്തൊക്കെ എന്നോട് പറഞ്ഞു അതല്ല ഞാൻ പറയും. നിനക്ക് പറയാൻ പറ്റുമെങ്കിൽ നീ ഞങ്ങളോട് പറഞ്ഞു. അവൻ പറഞ്ഞു തരുമോ? ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ അവൻ എന്റെ മൂക്കാമണ്ട നാളെ അടിച്ചു പൊട്ടിക്കുന്നു. പവിത്രയുടെ മരണത്തിലെ ദുരൂഹത നീക്കണമെന്ന് അമ്മ സുരേഖ ആവശ്യപ്പെട്ടു. പവിത്രയുടേത് അപകട മരണമല്ലെന്നും മകളെ തലക്കടിച്ചു കൊന്നതാണെന്നും അമ്മ. മരണത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം ആവശ്യപ്പെട്ടു. പവിത്രയുടെ അമ്മ ഹൈക്കോടതിയിൽ റിട്ട് നൽകി. 1 വർഷം മുമ്പാണ് പവിത്ര മരിച്ചത്. ഇത് മനഃപൂർവ്വം ഇവൻ കൊച്ചിനെ വേറെ എവിടിട്ടോ എൻ്റെ കുഞ്ഞിനെ ഉപദ്രവിക്കാൻ ശ്രമിച്ചപ്പോൾ അവൾ എതിർത്തപ്പോൾ അവളുടെ തലയ്ക്കടിച്ച് അവളെ അവശ്യ നിലയിലാക്കി ഇട്ട് വഴി കൊണ്ടിട്ടിട്ട് അവൻ്റെ വണ്ടി മറിച്ചിട്ടോല്ല. ആ വണ്ടി ഞാൻ കണ്ടതാ. ആ വണ്ടിക്ക് ഒരു പരിക്ക് പോലും ഇല്ല. ഞാൻ നാട്ടിൽ വരുമ്പോൾ കൊച്ചി മെഡിക്കൽ കോളേജിലാണ്. അപ്പം അവിടെ വെച്ച് മെഡിക്കൽ കോളേജ് അവൾക്ക് ചെറിയായിട്ടൊരു ബോധം വന്നപ്പം അവൾ അപ്പച്ചിയുടെ മോനോടും എല്ലാവരോടും പറഞ്ഞു അവളെ അടിച്ചതാന്ന് അവൾ പറയുന്നുണ്ട്. പക്ഷെ ആ കാര്യത്തെപ്പറ്റി നമ്മളിവിടെ തെമ്മല സ്റ്റേഷനിൽ അതിനെപ്പറ്റി സംസാരിച്ചപ്പോഴും അവരതെല്ലാം നിസ്സാരമായിട്ട് കാണുകയാണ് ചെയ്തത്. ക്രൈംബ്രാഞ്ച് അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുണ്ട് ഞാൻ. ആരെ ഇതിന് കാരണക്കാരെന്ന് പറഞ്ഞാൽ അവരെ ഇതിന് നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം. അതിനുള്ള ശിക്ഷ അവർക്ക് മേടിച്ചു കൊടുക്കണം. കൂടുതൽ വിവരങ്ങളുമായി ഷമീർ അബ്ദുൾ ചേരുന്നുണ്ട്. ഷമീർ, പോലീസ് ഒരു അപകട മരണം എന്ന് കണ്ടെത്തിയ കേസാണ്. ഇതിപ്പോൾ അവരുടെ സുഹൃത്തുക്കളിൽപ്പെട്ട ആരുടെയാണെന്ന് തോന്നുന്നു. ആ ശബ്ദം പുറത്തു വന്നതോടെയാണ് ഇത് ഈ നിലയ്ക്ക് വളർന്നിരിക്കുന്നത് അല്ലേ? എന്താണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ? നേരത്തെ തന്നെ ഇക്കാര്യത്തിൽ സംശയമുണ്ടായിരുന്നോ? തീർച്ചയായും ഹർഷൻ, കഴിഞ്ഞ വർഷം ജൂൺ 18-ാം തീയതിയാണ് ഈ സംഭവം നടക്കുന്നത്. ഈ പെൺകുട്ടി മരണപ്പെടുന്നത്. ജൂൺ 17-ാം തീയതി രാത്രി ഈ പെൺകുട്ടിയെ വീട്ടിൽ നിന്നും വിളിച്ചുകൊണ്ട് സുഹൃത്തുക്കൾ പോകുന്നു. ഇതിനുശേഷം ഈ പെൺകുട്ടിക്ക് മദ്യം ഒഴിച്ചു നൽകി. പെൺകുട്ടിയുടെ ആൺ സുഹൃത്ത് ഒരു ലോഡ്ജിലെത്തി അവിടെ വെച്ച് മദ്യം ഒഴിച്ചു നൽകി. മദ്യം കുടിച്ച ശേഷം ഇവർ ഒരുമിച്ച് വാഹനത്തിൽ സഞ്ചരിപ്പിക്കുമ്പോൾ വാഹനാപകടത്തിൽ ഈ പെൺകുട്ടിയുടെ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ് പെൺകുട്ടി മരിച്ചു എന്നാണ് പോലീസിന്റെ എഫ്ഐആർ. പോലീസ് അത് സാധൂകരിക്കുന്നത് തന്നെയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. തലച്ചോറിൽ തലയോട്ടിക്കേറ്റ ഗുരുതരമായ പരിക്കാണ് മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും പറയുന്നു. ഇതിനുശേഷമാണ് ഇപ്പോൾ ഈ അന്നേ ദിവസം ഈ പെൺകുട്ടിക്കൊപ്പം ഉണ്ടായിരുന്ന ഒരു ആൺ സുഹൃത്തിന്റെ ഓഡിയോ പുറത്തേക്ക് വരുന്നത്. സുഹൃത്ത് ഇതിൽ പറയുന്നത് ഈ കൊണ്ടുപോയ സുഹൃത്തിന് ചില ഉദ്ദേശങ്ങൾ ഈ പെൺകുട്ടിയെ കൊണ്ട് ഉണ്ടായിരുന്നു. ആ ഉദ്ദേശങ്ങൾക്ക് വഴങ്ങാതിരുന്നതോടുകൂടി പെൺകുട്ടിയെ തലക്കടിച്ച് കൊന്ന ശേഷം ആളൊഴിഞ്ഞ ഉറുകുന്ന മേഖലയിൽ എത്തിച്ച് അതൊരു അപകട മരണമാക്കി തീർക്കുകയായിരുന്നു. കൊണ്ടുപോയ ബൈക്കിന് യാതൊരുവിധ കേടുപാടുകളും ഇല്ലായിരുന്നു. ആ ഓടിച്ചിരുന്നയാൾക്കും കേടുപാടുകൾ ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് കൃത്യമായി ആസൂത്രണം ചെയ്ത ഒരു കൊലപാതകമാണ് എന്നാണ് ഇത് അവരുടെ ബന്ധുവിനോട് ഈ സുഹൃത്ത് ഓഡിയോ സംഭാഷണം വഴി സംസാരിക്കുമ്പോൾ പറയുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇവരുടെ കുടുംബം നേരത്തെ തന്നെ ഈ മരണത്തിൽ ചില ദുരൂഹതകൾ ആരോപിച്ചിരുന്നു. അമ്മ സുലേഹ കുവൈറ്റിലായിരുന്നു. അവർ ആദ്യഘട്ടം മുതൽ തന്നെ ഈ മരണം പുനരന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിക്കടക്കം പരാതി നൽകി കാത്തിരിക്കുന്നു. ഒപ്പം തന്നെ ഹൈക്കോടതിയിൽ റിട്ട് നൽകി. എന്തായാലും കോടതി ഈ കേസ് പരിഗണിക്കാനിരിക്കെയാണ് ഇത്തരത്തിലൊരു ഓഡിയോ സംഭാഷണം പുറത്തു വരുന്നത്. എന്തായാലും ഓഡിയോ സംഭാഷണത്തിലുള്ള യുവാവിൻ്റെ മൊഴി പോലീസ് എടുക്കേണ്ടതുണ്ട്. ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തേണ്ടതുണ്ട്. അങ്ങനെ നിരവധി കാര്യങ്ങളുണ്ട്. പക്ഷേ ഈ പെൺകുട്ടി ഒരു കാരണവശാലും രാത്രികാലങ്ങളിൽ വീട്ടിൽ നിന്നും പുറത്തു പോകാറുണ്ട്
ഉണ്ടായിരുന്നില്ല എന്ന് അമ്മ പറയുന്നു. അവരുടെ ബന്ധുവും അത് സ്ഥിരീകരിക്കുകയും ചെയ്യുന്നു. പിന്നെ എങ്ങനെയാണ് ഈ പുലർച്ചെ ഈ അപകടത്തിൽ പെൺകുട്ടി പെടുന്നത്, ഈ ആൺ സുഹൃത്തിനൊപ്പം എങ്ങനെയാണ് സഞ്ചരിച്ചത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ പോലീസ് അന്വേഷിക്കേണ്ടതുണ്ട്. ഒപ്പം തന്നെ ആ ലോഡ്ജിലെത്തി പോലീസ് വിവരശേഖരണം നടത്തേണ്ടതുണ്ട്. ഇതൊന്നും തന്നെ നടത്തിയിട്ടില്ല എന്ന് അമ്മ ആദ്യഘട്ടം മുതൽ തന്നെ പറയുന്നു. എന്തായാലും ഈ ഓഡിയോ സന്ദേശം പുറത്തു വന്ന അടിസ്ഥാനത്തിൽ പോലീസ് അത്തരത്തിലൊരു അന്വേഷണം നടത്തുമെന്നാണ് കുടുംബത്തിൻ്റെ ഒരു ആവശ്യം. എന്തായാലും ആ ആവശ്യം പോലീസ് പരിഗണിക്കണം. ഒപ്പം തന്നെ കേസ് ഹൈക്കോടതിയും പരിഗണിക്കാനിരിക്കുകയാണ്. എന്തായാലും പോലീസ് അന്വേഷണത്തിലൂടെ മാത്രമായിരിക്കും ഇനി ഇതിലൊരു വ്യക്തത വരിക. പോലീസ് അത് കണ്ടെത്തട്ടെ എന്നാണ് നമ്മൾ പറയുന്നത്. എന്തായാലും ഈ ഓഡിയോ സന്ദേശം പുറത്തു വന്നതോടുകൂടി കേസിൽ മറ്റൊരു വഴിത്തിരിവുണ്ടായി. പവിത്രയ്ക്ക് എന്തു പറ്റി എന്നൊരു ചോദ്യം ഇപ്പോഴും അവശേഷിക്കുകയാണ്. ഹർഷൻ. ഷമീർ അബ്ദുള്ളാണ് വിവരങ്ങൾ നൽകിയത്.